NCERT exercise 9.3 sequence and സീരീസിലെ തേർഡ് എക്സസൈസ് ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് ഈ ഒരു എക്സസൈസിൽ ഫുള്ള് വരുന്നത്. അതിൻ്റെ സൊല്യൂഷൻ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻഡ് ദ 20th and nth term of a GP 5/2, 5/4, 5/8. ഇതൊക്കെ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 20th ടേമും nth ടേമും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ജോമെട്രിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. ടേമുകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയും ആറും എത്രാമത്തെ ടേം ആണെങ്കിൽ എന്നും വേണം. ഇത് മൂന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ 20th ടേം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 20th ടേം എന്നല്ല, ഏതൊരു ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ GP തന്നിരിക്കുന്ന 5/2, 5/4, 5/8 അല്ലേ. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5/2 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യണം. സെക്കൻഡ് ടേം 5/4 ആണ്, ഫസ്റ്റ് ടേം 5/2 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ 5ഉം ക്യാൻസൽ ആവും. ദെൻ by 4/2 ദാറ്റ് ഇസ് 1/2 ആണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും 1/2 ആണ് കോമൺ റേഷ്യോ വരുന്നത്. നോക്കിയാൽ മതി, 5/2 കൂടെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 5/4 വരുന്നത്. പിന്നെ 1/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 5/8 അങ്ങനെയാണ് പോകുന്നത്. സോ നമുക്ക് എയും ആറും കിട്ടിക്കഴിഞ്ഞു. 20th ടേം എന്നല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. സോ 20th ടേം ആണെങ്കിൽ n എന്തായിരിക്കും? 20 ആയിരിക്കും. സോ A20 ആണ് പറഞ്ഞിരിക്കുന്നത്. AN എന്ന് പറയുന്നതിന് നമുക്ക് AR⁻n-1 എന്ന് എഴുതാമെന്ന് പഠിച്ചിട്ടില്ലേ, ജനറൽ ടേം. അതായത് A20 ആണെങ്കിൽ AR⁻20 ഒന്ന് കുറച്ച് 19 എന്ന് എഴുതാനായിട്ട് പറ്റും. എയും ആറും നമ്മുടെ കയ്യിലുണ്ട്. 5/2 ആണ് A, 1/2 ആണ് R. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻസർ 5/2 ഇൻറ്റു 2⁻19 എന്ന് വരും. ദാറ്റ് ഇസ് 5/2⁻20. പവർ വലിയ പവറൊക്കെയാണ് വരുന്നെങ്കിൽ ഇവിടം വരെ ചെയ്തിട്ടിരുന്നാൽ മതി, മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അതിനകത്ത് തന്നെ ചോദിച്ചിരുന്നത് nth ടേമാണ് ചോദിച്ചിരുന്നത് അല്ലേ. nth ടേം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ nth ടേം കണ്ടുപിടിക്കാം. ജനറൽ ടേം എന്ന് പറയുന്നത് AN = AR⁻n-1 ആണ്. A 5/2 ആണ്, R 1/2 ആണ്, n-1. ദാറ്റ് ഇസ് 1ന് n-1 എന്ത് വന്നാലും 1 തന്നെ ആയിരിക്കും. സോ മുകളിൽ 5 മാത്രമേ വരൂ. 2 × 2⁻n-1 എന്ന് വരും. 2 × 2⁻n-1 എന്ന് പറഞ്ഞാൽ 2⁻1 × 2⁻n-1 എന്നല്ലേ. A⁻m × A⁻n എന്ന് പറയുന്നത് എന്താണ്? A⁻m + n ആണ്. സോ നമുക്ക് 2⁻1 + n-1 എന്ന് വരും. +1 and -1 ക്യാൻസൽ ആവും. ആൻസർ എന്ത് വരും? 2⁻n. അതാണ് ഡയറക്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2⁻n എന്ന്. അപ്പോൾ ആൻസർ nth ടേമിൻ്റെ എന്താണ് വരുന്നത്? AN എന്ന് പറയുന്നത് 5/2⁻n ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 12th ടേം ഓഫ് എ GP ഹൂസ് 8th ടേം ഇസ് 192 ആൻഡ് കോമൺ റേഷ്യോ ഇസ് 2. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. 8th ടേം 192 തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ 2 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട എന്താ? 12th ടേം. സോ 8th ടേം തന്നിട്ടുണ്ടെങ്കിൽ A8 ആണ് തന്നിരിക്കുന്നത്, 192. A8നെ നമുക്ക് എങ്ങനെ എഴുതാം? AR⁻8 ഒന്ന് കുറച്ച് 7 = 192. അതിൽ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 2 തന്നിട്ടുണ്ട്. R നമുക്ക് 2 തന്നിട്ടുണ്ട്. അതിൽ A മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സോൾവ് ചെയ്യുമ്പോഴത്തേക്കും AR⁻7 = 192ൽ R 2 എന്നുണ്ട്. ആകെയുള്ളത് A ആണ് അൺനോൺ. A കിട്ടിക്കഴിഞ്ഞാൽ ആറും നമ്മുടെ കയ്യിലുണ്ട്. ചോദിച്ചിരിക്കുന്ന A12 അല്ലേ. A12നെ AR⁻11 എന്ന് ചെയ്താൽ മതി. എയും ആറും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 12th ടേം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ 5th, 8th and 11th terms of a GP are P, Q, S respectively. Show that Q² is equal to PS. അതായത് 5th ടേം എന്ന് പറയുന്നത് P ആണ്, 8th ടേം എന്ന് പറയുന്നത് Q ആണ്, 11th ടേം എന്ന് പറയുന്നത് S ആണ്. അങ്ങനെയാണെങ്കിൽ Q² is equal to PS എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, 5th ടേം P ആണെന്നല്ലേ പറഞ്ഞത്. സോ 5th ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? AR⁻4 എന്ന് എഴുതാനായിട്ട് പറ്റും, = P. അതുപോലെ 8th ടേം Q ആണെന്നുണ്ടെങ്കിൽ AR⁻7 = Q. അതുപോലെ തന്നെ 7th ടേം S ആണെന്നുണ്ടെങ്കിൽ AR⁻10 എന്ന് പറയുന്നത് S ആയിരിക്കും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Q² is equal to PS എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് പറയുന്നത് Q² അല്ലേ. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതിയിട്ടുണ്ട്. LHS is equal to Q². Q എന്ന് പറയുന്നത് എന്താ? AR⁻7 ആണ്. അപ്പോൾ Qനെ ഞാൻ എങ്ങനെ എഴുതി? AR⁻7 ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. AR⁻7 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A² വരും, പിന്നെ R⁻7 ഹോൾ സ്ക്വയർ എന്ന് വരും. A² എന്ന് തന്നെ എടുത്തെഴുതുക. R⁻7 ഹോൾ ⁻2 എന്ന് പറയുന്നത് 7 × 2 എന്നാവും. ദാറ്റ് ഈസ് A² R⁻14. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ RHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള
പി എസ് എടുക്കുക. പി എന്ന് പറയുന്നത് എന്താണ്? AR⁴ ആണ് അല്ലേ? AR⁴ അല്ലേ പി എന്ന് പറയുന്നത്? സോ AR⁴ ആണ്. ആൻഡ് എസ് എന്ന് പറയുന്നത് AR⁻10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. A ഇൻറ്റു A² വരും. R⁴ ഇൻറ്റു R⁻10. AM ഇൻറ്റു A⁻n എന്ന് പറയുന്നത് AM പ്ലസ് n ആണ്. ദാറ്റ് ഇസ് R⁴ ഇൻറ്റു R⁻10 എന്ന് പറയുന്നത് R⁴ പ്ലസ് 10 R⁴14. ദാറ്റ് ഇസ് A² R⁴14. അപ്പോൾ എന്ത് കിട്ടും? Q² = PS എന്ന് കിട്ടും. ഹെൻസ് പ്രൂവ്ഡ്. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. അടുത്തത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ ഫോർത്ത് ടേം ഓഫ് എ GP is square of its second term and first term is -3. Determine its seventh term. അതായത് ഫോർത്ത് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം -3 എന്ന് തന്നിട്ടുണ്ട്. സോ ഫോർത്ത് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്. അത് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? A2നെ AR⁻2 - 1 എന്ന് പറയുമ്പോൾ 1 അല്ലേ വരുന്നത്. സോ AR എന്ന് എഴുതാം. അങ്ങനെയാണ് A2നെ AR എന്ന് എഴുതിയിട്ടുള്ളത്. AR². A⁴ നമുക്ക് എങ്ങനെ എഴുതാം? AR⁻3. 4 - 1 3 വരും. അപ്പോൾ AR³ = AR² എന്ന് പറഞ്ഞാൽ A²R² എന്ന് വരും. ഇനി R² ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, A ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. അപ്പം R³ ഡിവൈഡഡ് ബൈ R² = A² ഡിവൈഡഡ് ബൈ A. R³ R² എന്ന് പറഞ്ഞാൽ എന്ത് വരും? 6 വരും. അതിൽ A² A എന്ന് പറയുന്നത് A വരും. A എന്ന് പറയുന്നത് എത്രയാണ്? -3. സോ 6 നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് എന്താണ്? സെവൻത്ത് ടേമാണ്. സെവൻത്ത് ടേം എന്ന് പറഞ്ഞാൽ A7നെ നമുക്ക് എങ്ങനെ എഴുതാം? AR⁻6 എന്ന് എഴുതാം. A എന്ന് പറയുന്നത് -3 ആണ്. R എന്ന് പറയുന്നത് -3 ആണ്. സോ -3 ഇൻറ്റു -3⁻6 സോൾവ് ചെയ്യുമ്പോൾ ആൻസർ -2187 എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ടേം ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2√2 4 അതിൽ എത്രാമത്തെ ടേം ആണ് 128? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം എത്രാമത്തെ ടേം എന്ന് ചോദിച്ചാൽ n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, അതിൽ 2√4ൽ A എന്ന് പറയുന്നത് 2 ആണ് ഫസ്റ്റ് ടേം. R എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ടേം 2√2 ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. √2 ആണ് R വരുന്നത്. Aയും Rഉം കിട്ടി. ഏത് നമ്പറാണോ നമുക്ക് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? ANുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ANൻ്റെ ഇക്വേഷൻ ജനറൽ ടേം ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ ANൻ്റെ ഇക്വേഷൻ AR⁻n-1 എന്നാണ്. അതിനെ 128 = 128 എന്ന് എഴുതി. A എന്ന് പറയുന്നത് 2 ആണ്. R എന്ന് പറയുന്നത് √2 ആണ്. സോ 2 × √2⁻n-1 = 128. അതിൽ ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ /2 ആവും. അതാണ് 128/2. √2⁻n-1 എന്ന് പറയുന്നത് 128/2 എന്ന് വരും. 128/2 എന്ന് പറഞ്ഞാൽ 64 വരും. സോ √2⁻n-1 = 64. അപ്പം നമുക്കിവിടെ അറിയേണ്ടത് √2ൻ്റെ എത്രാമത്തെ പവറാണ്? 64. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ റൂട്ടിൻ്റെ എത്രാമത്തെ പവർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ റൂട്ടിൻ്റെ 2 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് 2ൻ്റെ എത്രാമത്തെ പവറാണ് 64. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 2⁻6 ആണ് 64. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. √2⁻6 ആണ് 64 എങ്കിൽ 6ൻ്റെ ഡബിൾ 12. അപ്പോൾ √2⁻12 ആയിരിക്കും 64. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 64നെ എങ്ങനെ എഴുതാം? √2⁻12 എന്ന് എഴുതാം. ഇവിടെ ബേസ് രണ്ടും സെയിം അല്ലേ? അപ്പോൾ എന്തായിരിക്കും? പവർ രണ്ടും സെയിം ആയിരിക്കും. സോ n-1 = 12 എന്ന് എഴുതാം. അതിൽ n-1ൽ +1 =, ഇപ്പുറത്ത് വരുമ്പോൾ +1 ആവും. സോ n എന്ന് പറയുന്നത് 13 ആവും. അപ്പോൾ നമുക്ക് മനസ്സിലായി 13th ടേം ആണ് 128 എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാൽ ചെയ്യുന്നത്. അതിൽ ബി ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ജോമെട്രിക് പ്രോഗ്രഷനിൽ 729 എത്രാമത്തെ ടേം എന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? Aയും Rഉം കണ്ടുപിടിക്കുക. ANലോട്ട് 729 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N കണ്ടുപിടിക്കുക. ഇത് തന്നെ ചെയ്ത് നോക്കണം. സ്റ്റെപ്പ് എഴുതി ചെയ്യണം. ആൻസർ കിട്ടുന്നത് 729 എന്ന് പറഞ്ഞാൽ 12th ടേം എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സി ക്വസ്റ്റ്യനും അത് കണക്ക് തന്നെയാണ്. 1/3, 1/9, 1/27 എന്ന് പറയുന്ന ആ ഒരു ജോമെട്രിക് സീക്വൻസിൽ 1/19683 എന്ന് പറയുന്ന ഈ ഒരു നമ്പർ 1/19683 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം എത്രയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? Aയും Rഉം കണ്ടുപിടിക്കുക. R എങ്ങനെയാണ്? സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. അപ്പോൾ ചെയ്യുമ്പോൾ 1/3 ആയിരിക്കും കിട്ടുന്നത്.
എന്നിട്ട് ഇതിനെ നമ്മൾ an സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, n കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് 9 ആയിരിക്കും കിട്ടുന്നത്. ആൻസർ 9th ടേം ഇസ് 1/19683 എന്നായിരിക്കും വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കണം, സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് the numbers -2/7 x, -7/2 are in GP. അതായത് -2/7 നടുക്ക് എക്സ് ആണ്, പിന്നെ -7/2. ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആകണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് വെച്ചാൽ, ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം അല്ലേ ചോദിച്ചിരിക്കുന്നത്. മിഡിൽ ടേം ചോദിച്ചാൽ എന്ത് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ജോമെട്രിക് മീൻ്റെ ഫോമിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് -2/7ൻ്റെയും -7/2ൻ്റെയും മിഡിൽ ടേം ആണ്. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോമുല എന്ന് പറയുന്നത് √AB ആണ്. ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ ആണോ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുക. ഇപ്പോൾ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. സോ രണ്ട് നമ്പേഴ്സ് -2/7ഉം -7/2 ആണ്. 2ഉം 2ഉം ക്യാൻസൽ ആവുന്നു, മൈനസ് പ്ലസ് ആവുന്നു, 7 ക്യാൻസൽ ആവുന്ന ആൻസർ 1 എന്ന് വരും. സോ എക്സ് എന്ന് പറയുന്നത് √1 എന്ന് വരും. √1 എന്തിൻ്റെയൊക്കെ റൂട്ടാവാം? പ്ലസ് ഓർ -1 വരാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1ഉം ആവാം, എക്സ് എന്ന് പറയുന്നത് -1ഉം ആകാം, മിഡിൽ എന്ന് പറയുന്നത്. സോ നമ്മൾ ആൻസർ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? പ്ലസ്സോ -1 എന്ന് വരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ്റെ സം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മിൻ്റെ ഇക്വേഷനും അത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് 0.15, 0.015, 0.0015 അപ് ടു 20 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടുന്നത് എയും ആറും എന്നും തന്നെയാണ്. എ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം കിട്ടി, ആറ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്താൽ മതി 6 കിട്ടും. എൻ എന്ന് പറയുന്നത് എത്ര ടേം വരെയുള്ള സമ്മാണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് എൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 വെച്ചിട്ടാണ് ഇക്വേഷൻ ഏത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. 6 ഇപ്പോൾ <1 ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ Sn = 1a × 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. എയും ഉണ്ട് ആറും ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുള്ളൂ. ഈ 0.1/20 പവറൊക്കെ വലിയ പവറാണ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് ആൻസർ ചെയ്ത് നിർത്തിയിരുന്നാൽ മതി. സമ്മൊക്കെ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനും സമ്മിൻ്റെ തന്നെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. 8th ക്വസ്റ്റ്യനും √7, √21, 3√7 അങ്ങനെ അപ് ടു n ടേംസ് Sn ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് √7 ആണ്, ആർ എന്ന് പറയുന്നത് √21/√7 ആയിരിക്കും, സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം. ആൻസർ √3 ആയിരിക്കും. √3 > 1 ആണ്, 1.73 സംതിങ് ആണ് √3യുടെ വാല്യൂ. അതൊക്കെ നമ്മൾ 10th പഠിക്കുന്നതാണ്. അപ്പം അതിൻ്റെ വാല്യൂ, അപ്പോൾ അതിന് അർത്ഥം എന്താ? 6 എന്ന് പറയുന്നത് > 1 ആണ്. > 1 ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. എയും ആറും ഉണ്ട്. എന്ന് നമുക്ക് Sn ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, എന്നെ അതേ കണക്ക് ഇട്ടിരുന്നാൽ മതി. ഇതായിരിക്കും ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം സം കണ്ടുപിടിക്കാനാണ്. 1 - a² - a³ അപ് ടു n ടേംസ്. അതായത് Sn കണ്ടുപിടിക്കാൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. ആർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് -a ആണ് ആർ എന്ന് വരുന്നത്. -a/1 -a കിട്ടും. ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? 1നേക്കാട്ടിയും ചെറുതായിരിക്കത്തില്ലേ? സോ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് a × 1 - r⁻n ഡിവൈഡ് ബൈ 1 - r അപ് ടു n ടേംസ് ചോദിച്ചുകൊണ്ട് n വാല്യൂ വേണ്ട, n എന്ന് തന്നെ ഇട്ട് കൊടുത്താൽ മതി. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനും സമ്മ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. x³ x⁵5 x⁷ അപ് ടു n ടേംസ്. ഫസ്റ്റ് ടേം x³ ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്ന ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ x² എന്നാണ് കിട്ടുന്നത്. സോ x² എന്നാണ് വരുന്നത്. സോ നമുക്കറിയത്തില്ല അത് <1 ആണോ <1 ആണോ എന്ന് അറിയത്തില്ല. സോ നമ്മളത് രണ്ട് കണ്ടീഷനും കൊടുക്കണം. <1 ആണെങ്കിൽ വരുന്ന ആൻസറും എഴുതി വെക്കണം. ഇക്വേഷൻ ഇതായിരിക്കും. എയും ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതി വെക്കണം. അതുപോലെ തന്നെ r <1 ആണെങ്കിലും ആൻസർ എഴുതി വെക്കണം. സോ അങ്ങനെ ഒരു കണ്ടീഷൻ പ്രത്യേകിച്ച് തന്നിട്ടില്ലെങ്കിൽ രണ്ട് കണ്ടീഷനും എഴുതി ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ലെവൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ. Evaluate sigma k = 1 to 11 2 + 3⁻k. ഈ സിഗ്മ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന സം എന്നാണ് കേട്ടോ. സം എന്ന് പറഞ്ഞാൽ ഈ ഒരു തന്നിരിക്കുന്ന ആ ഒരു ടേമിൻ്റെ സമ്മ് 1 to 11, കെക്ക് പകരം 1 തൊട്ട് 11 വരെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേംസ് വരും, അതിൻ്റെ സം എന്നാണ് ഈ സിഗ്മ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കതിനെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതുവാണ്.
2 + 3k മൊത്തത്തിലാണ് സിഗ്മ. സോ അതിനർത്ഥം സിഗ്മ 2നും ഉണ്ട് 3k ഉണ്ട്. സോ സിഗ്മ k = 1 to 11 വരെ, 1 കൊടുക്കുമ്പോഴും 11 വരെ കൊടുക്കുമ്പോൾ ഉള്ള ടേംസിൻ്റെ സം. അതുപോലെ തന്നെ 3k എന്താ 1 1 തൊട്ട് 11 വരെ കൊടുക്കുമ്പോഴുള്ള സം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ടേം മാത്രം എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതന്നെ ഈ ഒരു ടേം. ഓക്കെ, k = 1 കൊടുത്താലും ഇവിടെ k ഒന്നും ഇല്ലല്ലോ, അപ്പോൾ kക്ക് പകരം 1 കൊടുത്താലും കിട്ടുന്ന ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? 2 തന്നെ ആയിരിക്കും. അതുപോലെ kക്ക് 2 കൊടുത്താലും കിട്ടുന്ന ഉത്തരം 2 തന്നെ ആയിരിക്കും. അതുപോലെ 3 കൊടുത്താൽ 4 കൊടുത്താൽ ഇനി kക്ക് പകരം എന്ത് വാല്യൂ കൊടുത്താലും ഈ ഒരു ടേമിന് കിട്ടുന്ന ആൻസർ 2 തന്നെ ആയിരിക്കും. അപ്പോൾ 11 ടൈംസ് 1 to 11 കൊടുത്താലും കിട്ടുന്ന ഉത്തരം 2 തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമ്മിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 + 2 + 2 + എക്സെട്ര അപ് ടു 2. 11 ടൈംസ് 2 ആഡ് ചെയ്യുന്നു. ഇങ്ങനെ 11 ടൈംസ് 2 ആഡ് ചെയ്യുന്നതിനെ നമുക്ക് 2 × 11 എന്ന് പറഞ്ഞുകൂടെ? 3 ടൈംസ് 2 ആഡ് ചെയ്യുന്നതിന് 2 × 3 6 എന്ന് പറയുന്ന പോലെ 11 ടൈംസിന് 2 ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 2 × 11 എന്ന് എഴുതിക്കൂടെ? അതാണ് ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്തിരിക്കുന്നത്? 2 × 11 എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ വന്നതെന്നുള്ളതാണ്. ഇനി അടുത്ത് ഇതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സിഗ്മ k = 1 to 11 3k. kക്ക് 1 വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന 3 × 3 ആണ്. kക്ക് 2 കൊടുക്കുമ്പോൾ 3² ആണ്. kക്ക് 3 കൊടുക്കുമ്പം 3³ ആണ്. അപ്പോൾ kക്ക് 11 കൊടുക്കുമ്പം 3 ആണ്. അപ്പോൾ 3 × 1 തൊട്ട് 3 × 11 വരെയുള്ള ആൻസറാണ്, സമ്മിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു ഇക്വേഷനെ നമുക്ക് 3 + 3² + up to 3 × 11. a എന്ന് പറയുന്നത് 3 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സ്ക്വയർ 3², 3³ നമ്മൾ 3 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. n എന്ന് പറയുന്നത് 11 ആണ്. സോ r എന്ന് പറയുന്നത് >1 ആയതുകൊണ്ട് സമ്മിൻ്റെ ഇക്വേഷൻ a × r⁻n−1 ഡിവൈഡഡ് ബൈ r−1 എന്നായിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇതിനെ നമുക്ക് 3 × 3⁻11−1 ബൈ 3−1 എന്ന് പറയുന്നത് 2 വരും. ആ ഒരു ആൻസറിനെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടോ, 2⁻11. ഇതിനെ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് 2 × 3/2 3⁻11−1. 3 - 1 2 വരെ, അതാണ് 3/2. ഇങ്ങനെയാണിത് ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ സം ഓഫ് 3 ടേംസ് ഓഫ് GPS 39/10 and their product is 1. Find the common ratio in terms. ഇതേ സെയിം ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ അല്ല, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ഈ ഒരു 3 ടേംസ് എന്ന് പറഞ്ഞാണ് തരുന്നതെങ്കിൽ a/r a,r എന്നേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ പ്രോഡക്റ്റ് 1 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 ആറും ക്യാൻസൽ ആകുമ്പോൾ a³ 1 എന്ന് വരും. അപ്പോൾ a എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ സം, അത് 3ൻ്റെ സം 39/10 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്ക് 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 6 മാത്രമാണ് അവിടെ അൺനോൺ. അപ്പോൾ നമുക്ക് 6ൻ്റെ വാല്യൂ കിട്ടും. എയും 6ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 6ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ടേംസ് എയും 6ഉം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 ടേംസ് എഴുതി വെച്ചിരുന്നാൽ മതി, ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് 13th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൗ മെനി ടേംസ് ഓഫ് എ GP 3 3² 3³ ആർ നീഡഡ് ടു ഗീവ് ദ സം 120. അതായത് ഈ ഒരു GPയിൽ 3 3² 3³ എന്ന് പറയുന്ന GPയിൽ എത്ര വരെ ആഡ് ചെയ്യുമ്പോഴാണ് 120? അതായത് n എത്രയാണെന്നാണ് ചോദിക്കുന്നത്. SN 120 വരികയാണെങ്കിൽ, സം 120 വരികയാണെങ്കിൽ n എത്ര വരണം എന്നുള്ളത്. GP തന്നിട്ടുണ്ട് a 3 ആണ്, r ഉം 3 ആണ്. 3 3² 3³ അല്ലേ, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് 3 ആണ്. സോ SN ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. 120 n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ r >1 ആയതുകൊണ്ട് SN പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? a × r⁻n−1 ഡിവൈഡ് ബൈ r−1 = 120. a എന്ന് പറയുന്നത് 3 ആണ്, r എന്ന് പറയുന്നത് 3 ആണ്. n മാത്രമേ ഉള്ളൂ അൺനോൺ. അതിൽ നിന്ന് n കണ്ടുപിടിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അത് നോക്കിയാൽ മതി. അടുത്തത് 14th ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈ GP is 16 ആൻഡ് ദ സം ഓഫ് ദ നെക്സ്റ്റ് 3 ടേംസ് ഇസ് 128. ആദ്യത്തെ 3 ടേമിൻ്റെ സം 16 എന്നും അടുത്ത 3 ടേമിൻ്റെ സം 128 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം, സം ടു n ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ 3 ടേമുകളുടെ സം എന്ന് പറഞ്ഞാൽ S3 ആണ് 16 ആയിട്ട് തന്നിട്ടുള്ളത്. ആദ്യത്തെ 3 ടേം A1 + A2 + A3 ആണ് 16 എന്ന് തന്നിട്ടുണ്ട്. അടുത്ത 3 ടേം എന്ന് പറഞ്ഞാൽ 4th 5th 6th അല്ലേ, അത് ആഡ് ചെയ്യുമ്പോൾ 128 ആണ് വരുന്നത്. സോ S3 എന്ന് പറഞ്ഞാൽ 16 ആണ്. A1 A2 A3 A4 A5 A6. അപ്പോൾ A1 തൊട്ട് A6 വരെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ?
അതായത് A1 തൊട്ട് A6 എന്ന് പറയുമ്പോൾ A1, A2, A3, A4, A5, A6 എന്ന് പറഞ്ഞാൽ S6 എന്ന് എഴുതിക്കൂടെ? അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് A1 തൊട്ട് A6 വരെയുള്ളത് കിട്ടത്തില്ലേ? അപ്പോൾ S6 എന്ന് പറയുന്നത് 144 എന്ന് വരും. S3 എന്ന് പറയുന്നത് 16 എന്നും S6 എന്ന് പറയുന്നത് 144 എന്നും നമുക്ക് കിട്ടും. അതിനെ നമ്മൾ S3 16 ആണെങ്കിൽ R ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ A R⁻n−1 ഡിവൈഡ് ബൈ R−1 ആണ്. അത് നമുക്ക് 16 ആണെന്ന് അറിയാം. അതുപോലെ തന്നെ 144 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n മാത്രമേ നമുക്ക് അറിയുള്ളൂ 3 എന്നുള്ളത്. സോ ഇവിടെ S6 144 ആണ്, ഗ്രേറ്റർ ദാൻ 1 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടുത്തെ n പകരം 6 എന്ന് വരും. സോ രണ്ട് ഇക്വേഷൻ ഉണ്ട്, S3 എന്നുള്ളതും S6 എന്നുള്ളതും. ഓക്കെ, അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. S6/S3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A × R⁻6−1 ഡിവൈഡഡ് ബൈ R−1. താഴെ S3 ആകുമ്പോഴത്തേക്കും n പകരം 3 എന്ന് വരും. സോ സമ്മ് 144 ആണ്. S6 എന്ന് പറയുന്നത് S3 എന്ന് പറയുന്നത് 16 ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കിക്കേ, ഇതിൽ എയും ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലേ? അതുപോലെ തന്നെ ഡിനോമിനേറ്ററിലുള്ള R−1ഉം R−1ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും. 144/16 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 9 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ അടുത്ത സ്റ്റെപ്പിൽ R⁻6−1 ഡിവൈഡ് ബൈ R⁻3−1 എന്ന് പറഞ്ഞാൽ 9 വരും. ഓക്കെ, ഈ R⁻6−1നെ നമുക്ക് നോക്കിക്കേ, R⁻6 A⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് A⁻mn അല്ലേ? അപ്പോൾ 6നെ നമുക്ക് 3 × 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ R⁻²2 R³ പവർ 2 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ R⁻6നെ ഞാൻ എങ്ങനെ മാറ്റി എഴുതി? R³ ദ ഹോൾ സ്ക്വയർ -1 എന്ന് എഴുതി. ഓക്കെ, ഈ R³ ദ ഹോൾ സ്ക്വയർ -1 എന്ന് പറയുന്നത് 1നെ നമുക്ക് 1² എന്ന് എഴുതാം. A² - B² ഫോമിലല്ലേ? A² - B² ഫോമിനെ A + B × A - B ആണ് ഫോമുല. സോ ഇവിടെ A എന്ന് പറയുന്നത് R³ ആണ്, B എന്ന് പറയുന്നത് 1 ആണ്. സോ R³ + 1 × R³ - 1 എന്ന് എഴുതിക്കൂടെ? എന്തിനാണത് ചെയ്തതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ അത് മനസ്സിലാവും. R³ + 1 × R³ - 1 ആകുമ്പോൾ താഴെയുള്ള R³ - 1ഉം മുകളിലുള്ള R³ - 1ഉം കട്ടായി പോവും. സോ 9 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അവിടെ ആകെ പിന്നെ ഉള്ളത് എന്ത് മാത്രമാണ്? R³ + 1 9 ഇക്വേറ്റ് ചെയ്യും. R³ + 1 ഇപ്പുറത്ത് വരുമ്പോൾ -1 ആവും. R³ എന്ന് പറയുന്നത് 8 ആവും. എന്ത് ക്യൂബ് ചെയ്യുമ്പോഴാണ് 8 വരുന്നത് എന്നുള്ളത്, അതായത് ക്യൂബ് റൂട്ട് 8 അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2³ ആണ് R³ എന്ന് പറയുന്നത്. സോ R എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്താണ്? കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനാണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്? ഫസ്റ്റ് ടേം കോമൺ റേഷ്യോ സം ടു n ടേംസ്. അപ്പോൾ കോമൺ റേഷ്യോ കിട്ടി. ഇനി അടുത്ത എന്താണ്? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. കോമൺ റേഷ്യോ കിട്ടിയ സ്ഥിതിക്ക് ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഏതെങ്കിലും ഒരു ഇക്വേഷൻ, S3യുടെ ഇക്വേഷനോ S6ൻ്റെ ഇക്വേഷനോ അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എയും കിട്ടും. ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എയും ആരും കിട്ടിക്കഴിഞ്ഞാൽ സം അപ് ടു n ടേംസ് കണ്ടുപിടിക്കുക. എന്നിന് വാല്യൂ കൊടുക്കാതെ സം അപ് ടു n ടേംസ് കണ്ടുപിടിക്കുക. എക്ക് 16/7 ആണ് കിട്ടുന്നത്, R 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ ഒരു SNൻ്റെ ഇക്വേഷനും കിട്ടും. 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവൺ എ GP വിത്ത് A = 729. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് A = 729 ആൻഡ് 7th ടേം 64. ഡിറ്റർമൈൻ S7. സം അപ് ടു 7 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. A 729 എന്നും 7th ടേം 64 എന്നുമാണ് തന്നിട്ടുള്ളത്. 7th ടേമിനെ നമുക്ക് AR⁻6 എന്ന് എഴുതാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് 64 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. A 729 എന്ന് തന്നിട്ടുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇൻറ്റു ചെയ്തിരിക്കുന്ന 729 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 729 എന്ന് വരും. ദാറ്റ് ഈസ് R⁻6 = 64 ഡിവൈഡ് ബൈ 729. 64 എന്ന് പറയുന്നത് R⁻6 എന്ന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അതിന് 6 ക്യൂബ് റൂട്ട് ചെയ്ത കണക്ക് തന്നെ 6ൻ്റെ റൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിലുണ്ടാകും, നോക്കുക. അപ്പോൾ നമുക്ക് 2⁻6 എന്നായിരിക്കും കിട്ടുന്നത്. അതുപോലെ 729 എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? R⁻6 എന്ന് പറഞ്ഞിട്ട് അതും ചെയ്ത് നോക്കിയാൽ മതി. 3⁻6 ആണ് 729 എന്ന് പറയുന്നത്. അപ്പോൾ 2⁻6 ഡിവൈഡ് ബൈ 3⁻6 എന്ന് കിട്ടും. അപ്പോൾ 2⁻6/3⁻6നെ 2/3 ദ ഹോൾ ⁻6 എന്ന് എഴുതി. അപ്പം പവർ രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ബേസ് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ R എന്തായിരിക്കും? 2/3 ആയിരിക്കും. അങ്ങനെ R നമുക്ക് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? S7 ആണ്. S7 ഒരു സം കണ്ടുപിടിക്കണമെങ്കിൽ A വേണം, R വേണം, N വേണം. A എന്നുള്ളത് 729 തന്നിട്ടുണ്ട്. R എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടുപിടിച്ചു. പിന്നെ N എന്ന് പറയുന്നത് അപ് ടു 7 അല്ലേ? N-ന് പകരം 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറയുന്നത് 2015 എന്ന് വരും. സം ചെയ്യാനൊക്കെ
പഠിച്ചിട്ടുള്ളതാണ്, അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് എ ജി പി ഫോർ വിച്ച് സം ഓഫ് ദ ഫസ്റ്റ് 2 ടേം. ആദ്യത്തെ 2 ടേം സം ചെയ്യുമ്പോൾ -4 വരും. ആദ്യത്തെ 2 ടേം എന്ന് പറയുമ്പം എയും നെക്സ്റ്റ് ടേം എന്തായിരിക്കും AR ആയിരിക്കും, അടുത്തത് AR², അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ടേം എയും AR ആയിരിക്കും. അപ്പോൾ A1 + A2 = -4 എന്ന് പറയുമ്പോൾ A + AR എന്ന് പറയുന്നത് -4 നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ പറയുന്നത് 5th ടേം 4 ടൈംസ് ദ തേർഡ് ടേം എന്നാണ്. 5th ടേം എന്ന് പറയുന്നത് 4 ടൈംസ് ദ തേർഡ് ടേം. 5th ടേം A5 എന്ന് പറയുന്നത് 4 × A3 ആണെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A5നെ നമുക്ക് ഇങ്ങനെ എഴുതാം, AR⁴ എന്ന് എഴുതാം. A3യെ നമുക്ക് AR² എന്ന് എഴുതാം. സോ നമുക്ക് R² ഇപ്പുറത്തോട്ടും കൊണ്ടുവരുന്നു, A ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ R⁴/R² = 4A/A എന്ന് വരും. R² 4 2 ആവും, അപ്പോൾ R² ആവും. അതുപോലെ തന്നെ എയും ക്യാൻസൽ ആകുമ്പോൾ 4 ആവും. സോ R² = 4 എന്ന് വരും. സ്ക്വയർ 4 ആണ് വരുന്നതെങ്കിൽ സ്ക്വയർ എപ്പോഴും പവർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ +or- ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ +or-2 ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 വാല്യൂവും വരും, Rന് 2ഉം -2ഉം വരും. Rന് 2 വരുവാണെന്നുണ്ടെങ്കിൽ വാല്യൂ നോക്കണം. നമുക്ക് ഫസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു A + AR എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞാൽ A കണ്ടുപിടിച്ചൂടെ? അതാണ്, Rന് 2 ആണ് വരുന്നതെങ്കിൽ A + AR 4 ആണ്. Rന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3A = -4. അപ്പോൾ A എന്ത് വരും? -4/3 വരും. എയും ആറും നമ്മുടെ കയ്യിലുണ്ടല്ലേ, A -4/3 മൾട്ടിപ്ലൈ ചെയ്ത് പോകേണ്ട. R എന്താണ്? 2 ആണ്. -4/3 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8/3. അതിൻ്റെ കൂടെ വീണ്ടും 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -16/3. അങ്ങനെ പോകും. ഇതാണ് ആ ഒരു GP. അടുത്തത് Rന് -2 വന്നാൽ രണ്ടും നമ്മൾ പോസിബിലിറ്റി നോക്കണം. -2 വരുവാണെങ്കിൽ Rന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. A - 2A -A വരും. -A -4 ആണെങ്കിൽ A എന്ത് വരും? 4 എന്ന് വരും. അപ്പോൾ A 4ഉം R -2 ആണെങ്കിൽ ആ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എങ്ങനെയായിരിക്കും എഴുതുന്നത്? 4. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 × -2 -8. -8 × -2 16. അങ്ങനെ പോകും. ഇങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുന്നത്.